തച്ചമ്പാറയുടെ പ്രാദേശിക ചരിത്ര അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത്. ഞങ്ങളൊരു പുതിയ അതിഥിയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. മുള്ളത്തുപാറയിൽ താമസിക്കുന്ന ജോയിച്ചേട്ടൻ, ശങ്കുരിക്കൽ ജോയിച്ചേട്ടനാണ് ഇന്ന് നമ്മളുടെ അതിഥി. ജോയിച്ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ തച്ചമ്പാറയുടെ ആദ്യകാലത്ത് ഒരു ബേക്കറി ഉണ്ടായിരുന്നു. നമ്മുടെ ദേശബന്ധു സ്കൂളിൻ്റെ മുന്നിലായിരുന്നു അവിടെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു. അത് നടത്തിയിരുന്ന വ്യക്തിയാണ് ഈ ജോയിച്ചേട്ടൻ. അപ്പോൾ ആ ബേക്കറിയിൽ അന്നത്തെ കാലത്ത് തച്ചമ്പാറ ആശുപത്രിയിൽ വരുന്ന രോഗികൾക്കൊക്കെ വളരെ സഹായമായിരുന്നുള്ള നല്ല ബന്നും റൊട്ടി അതുപോലെ റസ്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അന്ന് കിട്ടുമായിരുന്നു. അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റും ഒരു സ്വാദൊക്കെയാണ് അതിനുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ഫേമസ് ആയ ഒരു ബേക്കറി ആയിരുന്നു. അതിൻ്റെ പ്രൊപ്പറേറ്ററാണ്, ഉടമയാണ് ജോയിച്ചേട്ടൻ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് അതിഥിയായിട്ട് ജോയിച്ചേട്ടനാണ്. എൻ്റെ പേര് ജോയി തോമസ് ശങ്കുരിക്കൽ. 28-ലാണ് ഞാനിവിടെ വന്നത്. അത് ഫാദറായിട്ടാണ് വന്നത്. അന്നൊക്കെ ഞാൻ ചെറുതാണ്. എൻ്റെ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിട്ട് ആ സമയത്താണ് ഞാനിവിടെ വന്നത്. അതിന്റെ മുന്നേ ഫാദർ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ഫാദർ വന്നിട്ടുണ്ട്. ഫാദറിന് ഇവിടെ പ്രത്യേക ജോലിയൊന്നും ഉണ്ടായില്ല. കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അതിൻ്റെ കൃഷി കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഫാദറും പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു അന്ന് വന്നത്? ജോയിച്ചേട്ടനും പിന്നെ സഹോദരൻ? ഞാനും എൻ്റെ അപ്പനും അമ്മയും ഞാനും പുറമേ ഞങ്ങൾ 5 മക്കളാണ്. ഓ അത് ശരി. എന്നിട്ട് എവിടെ വന്നിട്ട് താമസം തുടങ്ങിയത്? ആദ്യമായിട്ട് താമസം തുടങ്ങിയിട്ട് താഴെ KJP-കാർക്ക് കൊടുത്ത സ്ഥലത്താണ്. ഇവിടെ തന്നെ ആയിരുന്നു, മുളത്തുപാറ തന്നെ ആയിരുന്നു അല്ലേ? അപ്പൊ അന്ന് വന്നപ്പോ തച്ചമ്പാറ വളരെ വികസനമൊന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു ഗ്രാമമായിരുന്നു അല്ലേ? അപ്പൊ അതിനെപ്പറ്റി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അന്ന് എന്തൊക്കെയായിരുന്നു ജോയിച്ചേട്ടൻ വന്നപ്പോൾ ആ ഓർമ്മകള്? ചെറിയ കടകള് എന്തൊക്കെയുണ്ട്? അന്നത്തെ കടകൾ ആരൊക്കെയായിരുന്നു ഒന്നുള്ള ഓർമ്മ പറഞ്ഞു. കടകള് ഞാൻ പറഞ്ഞില്ലേ, സ്കൂളിന്റെ അവിടെ ആ ബേക്കറി ആ കെട്ടിടങ്ങളൊന്നുമില്ല. ജയശ്രീ ബിൽഡിംഗ്. ആ വേലിക്കൽ ചാക്കോച്ചന്റെ ഒരു മതിലുണ്ട്. ആ മതിലിനോട് ചേർന്ന് ഒരു ചെറിയ പെട്ടിപ്പിടി ഉണ്ടായിരുന്നു. ഇത് മാത്രമായിരുന്നു തച്ചമ്പാറയിലുള്ള ആദ്യകാലം. പിന്നെ താഴെയും തച്ചമ്പാറയിലും 1-2 ചെറിയ കടകളുണ്ടായിരുന്നു. അതൊക്കെ തന്നെയുള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ എന്തൊക്കെയായിരുന്നു അന്നത്തെ റോഡ്, മറ്റുള്ള കാര്യങ്ങൾ? റോഡൊക്കെ വീടുകള് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇതുപോലത്തെ റോഡ്, ഇത് 12 അടി വീതിയിലുള്ള റോഡേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് നമ്മുടെ ഈ പിന്നെ കോഴിക്കോട് പാലക്കാട് റോഡ് ടാർ ചെയ്ത് തന്നെ ആയിരുന്നു അതോ ജോയിച്ചേട്ടൻ്റെ ഓർമ്മയിലെ അവിടെ? അതന്നെ, കോഴിക്കോട് പാലക്കാട് റോഡ് ഒരു 12 അടി വീതിയിലുള്ള റോഡായിരുന്നു. ചെറിയ ടാറിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ടാറിങ് ഉണ്ടായിരുന്നു അല്ലേ? അതെ. അന്ന് വാഹനങ്ങള് ബസ്സോ എന്തെങ്കിലും കൂടുന്ന ഒരു ഓർമ്മകൾ എങ്ങനെയൊക്കെ ആയിരുന്നു? ഇവിടെ ഓടിയിരുന്നത് ഞാൻ പറഞ്ഞില്ലേ, MUMS എന്ന് പറഞ്ഞ ബസ്സിന്റെ ഒരു 3-4 വണ്ടികൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ജാനകിറാം എന്ന് പറഞ്ഞൊരു ബസ് ഉണ്ടായിരുന്നു. പിന്നെ എക്സർവീസിന്റെ 1-2 ബസ്സുകൾ ഉണ്ടായിരുന്നു. ഇത് മാത്രമായിരുന്നു ഇവിടുത്തെ. ഇവിടെ ആർക്കും ഒരു കാറോ വാഹനങ്ങളോ സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല. ആകെ നമ്മുടെ വേലിക്കൽ ചാക്കോച്ചന് മാത്രം ഒരു ചെറിയ കാറുണ്ടായിരുന്നു. പിന്നെ അന്ന് കറണ്ട് കാര്യങ്ങളൊന്നും കറണ്ടും ഇല്ല. അതിന് ശേഷമാണ് കറണ്ടൊക്കെ. എല്ലാവരും മണ്ണെണ്ണ വിളക്കും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു അന്ന് അല്ലേ? അപ്പൊ അന്ന് പിന്നെ ഇപ്പൊ കടകളൊന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് സാധനങ്ങളോ കാര്യങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ നമ്മൾ ചന്തയിലാണോ എവിടെയായിരുന്നു അന്ന്? അവിടെ ഞായറാഴ്ച ദിവസം കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് 1-2 കുറച്ച് ആൾക്കാർ വരും. നമ്മുടെ ഒരു കൃഷ്ണൻകുട്ടി മൂത്താട്ടൊക്കെ പറഞ്ഞ ഒരാളില്ലേ, അയാൾ മരിച്ചു പോയി തോന്നുന്നു.
അയാൾ കുറേ എന്തുകൊണ്ടാണ് ഈ പുഴുക്കുണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വിൽക്കും. അങ്ങനെ ചില്ലറ കുറച്ച് കച്ചവടക്കാർ പച്ചക്കറിക്കാരൊക്കെ വരും ഞായറാഴ്ച മാത്രം, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ AP-കാരൻ്റെ ഒരു കടയുണ്ടായിരുന്നു, അതിനകത്തുനിന്ന് പലചരക്ക് സാധനങ്ങളൊക്കെ കിട്ടുമായിരുന്നു. ആ ഒരു കട മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. തുണിക്കട ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് നമ്മുടെ പത്മനാഭൻ, നമ്മുടെ സുരയുടെ ഫാദറില്ല പത്മനാഭൻ മരിച്ചു പോയത്. അയാളുടെ വീരാലിക്കാരൻ്റെ ഒരു ചെറിയ കട, അതൊക്കെ നിസ്സാര ചെറിയ കടകളാണ്. ഈ പത്മനാഭന് ആദ്യം അരിപ്പീടിയായിരുന്നു, അതിന് ശേഷമാണ് പീടിയ തുടങ്ങിയത്. പിന്നെ അന്നത്തെ മറ്റുള്ള കടക്കാരൊക്കെ ആയിരുന്നു എന്നുള്ളൊരു ഓർമ്മയുണ്ടോ? അതെനിക്ക് വലിയ ഓർമ്മ കിട്ടണില്ല. അതെ. പിന്നെ ചാവക്കടന്മാരൊക്കെ ഉണ്ടായിരുന്നില്ലേ? ചാവക്കടന്മാരോ ഇല്ല, ചാവക്കടന്മാരും വേറെ കാര്യമായ കച്ചവടങ്ങൾ വേറെ ഒന്നും ഇല്ല അവിടെ. മുകളിലും കാര്യമായിട്ട് കടയും കാര്യങ്ങളൊന്നും ഇല്ല. മുകളിലും ഇല്ല, ഒരു ഒറ്റ കട പോലും ഇല്ല. ഈ പെട്ടിപ്പിടി അല്ലാണ്ട് വേറെ ഒന്നുമില്ല. തച്ചമ്പാറ സ്കൂളുണ്ടായിരുന്നു, അത് 7 വരെ ആയിരുന്നു തോന്നുന്നു. ഫസ്റ്റ് ഷിഫ്റ്റ് ഇതായിരുന്നു അല്ലേ? അതിനുശേഷം അപ്ഗ്രേഡ് ചെയ്ത് 10 വരെ ആയിരുന്നു. അപ്പോൾ ഷിഫ്റ്റ് ആയിരുന്നു ആദ്യം, രാവിലെ ഒരു ഇതും പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് പിന്നീടാണ് നമുക്ക് 10ാം ക്ലാസ് വരെയൊക്കെ ആയി അല്ലേ? ഹയർ സെക്കൻഡറി ഇപ്പോൾ ഹയർ സെക്കൻഡറി. അപ്പം അന്നത്തെ കാലത്ത് കാരണം പാടവരമ്പും അതുപോലെ ഇടവഴികളും അതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ അന്ന്? നമുക്ക് യാത്ര ചെയ്യാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പൊതുവർഷിക്കൊന്നും ബസ്സും വണ്ടികളും ഒന്നും ഇല്ല, നടന്നു തന്നെ പോകണം. അത് ശരി. അവിടെ നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, പുതുകുരിശി വാക്കോടിന്റെ. അതുവരെ നടന്നു പോകും, അല്ലാണ്ട് വേറെ വഴിയില്ല. തിരിച്ചും ഇങ്ങോട്ടും അങ്ങോട്ടും നടക്കുക തന്നെ. ശരി. അപ്പൊ അന്നത്തെ റോഡൊക്കെ വളരെ മണ്ണ് റോഡായിരുന്നു, കാളവണ്ടി ഒക്കെ പോകുന്ന. പിന്നെ വല്ല ജീപ്പ് ആരെങ്കിലും അങ്ങനെ അതൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത്ര വാഹനം. ഇന്നിപ്പോ ഇഷ്ടംപോലെ വാഹനങ്ങൾ സൗകര്യമായി, നല്ല അടിപൊളി റബ്ബറൈസ്ഡ് കാര്യങ്ങളൊക്കെ, റോഡൊക്കെ ഗംഭീരമില്ല. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് അന്ന് സിനിമ കോട്ടായി ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി എവിടെയായിരുന്നു, എന്തായിരുന്നു? വളരെ പിന്നീട് വന്നതാണ്. എന്നാലും അത് ആദ്യത്തെ സിനിമ കോട്ടായി എവിടെയായിരുന്നു എന്നുള്ള ഒരു ഓർമ്മ പങ്കുവെക്കാം. സിനിമ കോട്ട അത് നമ്മുടെ രാധാകൃഷ്ണൻ മാഷ് അതന്നായിരുന്നു ഇല്ലേ? അവിടെ തന്നെ